ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ഇടവകാരി റവറൻ ഗീറീസ് തോമസ് അച്ഛൻ, നമുക്ക് ഇന്ന് ഇടവകദിന സന്ദേശം നൽകിയ വേറെ റവറൻ ഡോക്ടർ ജയൻ തോമസ് അച്ഛൻ, നമ്മുടെ ഇടവകയുടെ മുൻ വികാരി നൈനൻ ജേക്കബ് അച്ഛൻ, ഭദ്രാസന ട്രഷറർ ശ്രീ ജോർജ് പണിക്കർ സാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സനിത തോമസ്, നമ്മുടെ ഏറെ പ്രിയപ്പെട്ട മകൻ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട നിഖിൽ, ഇന്നിവിടെ ആദരവേറ്റുവാകുന്ന മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി തുടർച്ചയായി ഇളമ്പൽ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടുത്തെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുവാൻ ദൈവം അവസരം തന്നു. ഈ ഇടവകയിലെ അംഗങ്ങൾ എൻ്റെ വാർഡിൽ താമസിക്കുന്നുണ്ട്. അവർ മുഴുവൻ പേരും പ്രാർത്ഥനയും വോട്ടും തന്ന് വിജയിപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ ഈ ഇടവകയിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ അറിയിക്കുന്നു. കാരണം എൻ്റെ വാർഡിൽ നിന്നും പുറത്തുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആശയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും, ആശ ജയിച്ചു വരട്ടെ എന്ന്. ഇതൊരു ശുശ്രൂഷയായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിരുന്നത്. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആളുകൾ, നാം വിജയിച്ചു വരുന്ന ഒരു ജനപ്രതിനിധി, നമുക്കൊരു സ്ഥാനമുണ്ട് എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഓരോ വിഷയങ്ങളുമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ദൈവം നമുക്ക് മറുപടി തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഒരു സ്ഥാനത്തിരിക്കുന്ന, അത് ഏത് സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്കായാലും ഒരാളൊരാവശ്യമായി കടന്നു ചെല്ലുന്നത് അവർക്ക് അവിടെ നിന്നും അതിനോടൊരു പരിഹാരം, അവരുടെ ആവശ്യം നടക്കും എന്നുള്ളതാണ്. എൻ്റെ പിതാവിൽ നിന്നും എനിക്ക് ലഭിച്ച ചില നല്ല മാർഗനിർദ്ദേശങ്ങൾ, ഞാൻ സൺഡേ സ്കൂൾ പഠിച്ച ഇടവകയിൽ നിന്ന്, ഞാൻ ഓർത്തഡോക്സ് ഭാഗത്തിൽ നിന്ന് വന്ന ഒരാളാണ്. 16-ാമത്തെ വയസ്സ് മുതൽ സൺഡേ സ്കൂൾ അധ്യാപികയായി അവിടെ പ്രവർത്തിക്കുന്നു. ഇടവകയിലെ മുഴുവൻ കാര്യങ്ങളിലും ആത്മാർത്ഥമായി ഓടി നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഒരു പ്രതിഫലമാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിന് വേണ്ടി ഓടിയിട്ടുണ്ട് എങ്കിൽ ദൈവം നമ്മളെ നിലനിർത്തും, ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും, ദൈവം നമുക്ക് നമ്മൾ ഏത് കാര്യത്തിന് മുമ്പിൽ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തിയിട്ടുണ്ടോ അതിനൊക്കെ മറുപടി തരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വത്തെ ഒരു ശുശ്രൂഷയായി കണ്ടുകൊണ്ട് ഇതുവരെ എൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുവാനും ഉത്തരവാദിത്വത്തോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ആത്മാർത്ഥയോട് ചെയ്യുവാൻ ഇനിയുള്ള പ്രവർത്തന മേഖലകളിൽ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണമെന്ന് വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ ഇടവകയിൽ നിന്ന് ലഭിച്ച ഇത്തവണ 3-ാം തവണ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യത്തെ അനുമോദനം ബഹുമാനപ്പെട്ട ഇടവകക്കാരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. എനിക്കതിന് വലിയ അഭിമാനം തോന്നി. തീർച്ചയായിട്ടും ഇടവകയായിട്ട് തന്ന ഈ അനുമോദനത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനി മുമ്പോട്ടുള്ള പ്രവർത്തന മേഖലകളിൽ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇവിടെ നന്ന ഈ സ്നേഹ ആദരവുകൾക്ക് നന്ദി അറിയിക്കുന്നു. ഇതിനുവേണ്ടി ശ്രമിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.